കുറുപ്പമ്പടി മെയ്റ്റ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. മധുരം പങ്കുവച്ചും വിവിധ പരിപാടികളോടെയുമായിരുന്നു ആഘോഷം. 6 വർഷം മുമ്പ് പൊയ്ക്കാട്ടിൽ ജീമോൻ ജോസഫിന്റെ ശ്രമഫലമായി സാധുജന സംരക്ഷണം ലക്ഷ്യമിട്ട് രൂപം കൊണ്ട പ്രസ്ഥാനം തീർത്തും നിർധനരായവരെ സഹായിക്കുന്നതിന് വേണ്ടി രൂപം നൽകിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് കുറുപ്പമ്പടി മെയ്റ്റ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ട്രസ്റ്റിന്റെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു. കേക്ക് മുറിച്ചും മധുരം പങ്കുവച്ചും ഫാദർ ജോർജ് നാരോത്തുകുടിയിൽ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടനയുടെ ഭാരവാഹികളെ ദൈവം കൃപ ചെയ്ത് ഈ സംഘടനയെ ഈ ദേശത്തിൻ്റെ ഒരു കൈത്താങ്ങൽ സംഘടനയായി ദൈവം നിലനിർത്തുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മെയ്റ്റ്സ് ചാരിറ്റബിൾ സംഘടനയുടെ പ്രവർത്തകരായിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകം ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. കാരണം കർത്താവ് കൽപ്പിച്ചു, നീ നല്ല അയൽക്കാരനായിരിക്കുക എന്നത്. നാം മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന അയൽക്കാരനായിരിക്കുമ്പോഴാണ് ദൈവം നമ്മെ ഒരു നല്ല ക്രിസ്ത്യാനിയായി കാണുകയും നമ്മുടെ ജീവിതത്തെ ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. സ്നേഹിക്കപ്പെട്ടവരെ, കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും തന്നെ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകനായിരിക്കുവാനുള്ള ഭാഗ്യം ദൈവം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ട്രസ്റ്റ് പ്രസിഡന്റ് ഫാദർ വർക്കി പന്തക്കൽ അധ്യക്ഷത വഹിച്ചു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബേബി കിളിയായത്ത്, കുറുപ്പമ്പടി പള്ളി ട്രസ്റ്റി വർഗീസ് കീഴംകുഴിയിൽ എന്നിവർ പങ്കെടുത്തു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ നൽകി. ഓരോ വർഷവും മുടക്കം കൂടാതെ നിർധനരായ 15 രോഗികൾക്ക് പ്രത്യേക സഹായങ്ങൾ, തീർത്തും പാവപ്പെട്ട 10-ലധികം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ, മറ്റ് സഹായങ്ങൾ എന്നിവ ഈ സംഘടന നൽകി വരുന്നുണ്ട്. ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് സെക്രട്ടറി ബെന്യെ കുര്യാക്കോസ്, വൈസ് പ്രസിഡന്റ് ഷൈബു കുര്യാക്കോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുഖ്യമായ പ്രവർത്തന മേഖല ജീവകാരുണ്യ പ്രവർത്തനമാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് കുറുപ്പമ്പടിയിലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് കൈത്താങ്ങുകൾ നൽകി വരുന്നു. ഈ വർഷം തന്നെ ഏകദേശം 2.5 ലക്ഷത്തോളം രൂപ ചാരിറ്റി പ്രവർത്തനത്തിനായി ഞങ്ങൾ നീക്കിവെച്ചു. ഇത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ പ്രവർത്തന മേഖല. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസിൻ്റെ ഈ സന്തോഷം ഞങ്ങളോടൊത്ത് പങ്കുവെക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.